ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെൻറ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെൻറ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോഴോ, ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി അല്ലേ? ഈ മൂന്ന് കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ മൂന്ന് കാര്യങ്ങളിൽ ഞാൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് പറയുകയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. പക്ഷേ പ്രിയദർശിനി വന്നപ്പോൾ നിങ്ങളുടെ ബസ് വിട്ട് മറ്റ് പ്രിയദർശിനി കാത്തു നിന്ന് തിരക്കി ആളുകൾ പോകുന്നതിൻ്റെ കാരണം നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ കുടുംബിനികൾക്ക് കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഇതാണ് CP ജോണിന്റെ വാക്കുകൾ. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവമായ ചർച്ച കേരളത്തിന്റെ പൊതുസമൂഹം നടത്തണം, രാഷ്ട്രീയ നേതാക്കൾ നടത്തണം, കൂടുതൽ വ്യക്തത വരുത്തണം. സംസ്ഥാനത്തിന്റെ ഒരു മന്ത്രി തന്നെയാണ് ഇക്കാര്യം പരാമർശം നടത്തുന്നത്. സർക്കാരിന്റെ അഭിമാന പദ്ധതി എന്ന് അവകാശപ്പെടുന്ന പ്രിയദർശിനി പദ്ധതിയെ ആ വകുപ്പിലെ മന്ത്രി തന്നെ നൽകുന്ന സൗജന്യം സ്ത്രീകൾ തള്ളിക്കയറുന്നു, അവരെ അധിക്ഷേപിക്കുന്നു. യഥാർത്ഥത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശം കൂടിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാവുന്നത്. ഒപ്പം സർക്കാർ ആശുപത്രിയിൽ പോകുന്നവരെ വരാന്തയിൽ കിടക്കുന്നവരായി ചിത്രീകരിക്കുന്നത് എന്നത് ഒരു മന്ത്രിയാണ് എന്നതുകൂടി ഓർക്കുക. ആ രീതിയിലുള്ള ഗുരുതര പരാമർശമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.